A 14-year-old boy has died after a man with a sword attacked multiple people in an area of northeast London called Hainault. It happened just after 7 o'clock this morning. And these photos, and obviously those officers you can see would have known that two of their colleagues had been stabbed by this point. The suspect hasn't yet been interviewed by police, we were just told in the briefing. He is currently in hospital, they said. Hi all, welcome back to my channel. ഞാൻ ഒരു ക്വിക്ക് അപ്ഡേറ്റുമായിട്ട് വന്നതാണ്. ഇവിടെ യു കെയിൽ ഇന്നലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. യു കെയിലെ ലണ്ടൻ, നോർത്ത് ഈസ്റ്റ് ലണ്ടനിലെ ഹൈനോൾട്ട് എന്ന് പറഞ്ഞ സിറ്റിയിൽ അവിടുത്തെ ഒരു റെസിഡൻഷ്യൽ ഏരിയ എന്നുവെച്ചാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള റെസിഡൻഷ്യൽ ഏരിയയിൽ രാവിലെ 6:30 ആയപ്പം ഒരാൾ വാളുമായിട്ട് വരികയും ഒരു ഇംഗ്ലീഷുകാരനാണ് വാളുമായിട്ട് വന്ന് എല്ലാ വീടുകളിലും കയറി ആ ഏരിയയിലുള്ള ഒരു 4-5 വീടുകളിൽ കയറുകയും അവരെ ആക്രമിക്കുകയും ചെയ്തു. അവർ കുറച്ചൊരു ഇഞ്ചേർഡാണ്. അത് കഴിഞ്ഞ് പുള്ളി വെളിയിലോട്ട് ഇറങ്ങി അടുത്തടുത്ത വീടുകളിലോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വഴിയിൽ കൂടെ ഒരു കുട്ടി സ്കൂളിൽ പോകുമായിരുന്നു. സ്കൂളിൽ പുള്ളി ഇയർഫോണൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് പോകുമായിരുന്നു. അപ്പം ആ കുട്ടിയെ അവൻ സോഡ് വെച്ചിട്ട് വാൾ വെച്ച് വെട്ടുകയും ആ കുട്ടി മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ ഇൻസിഡൻസ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം വഴി കൂടെ പോകുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഡ്രഗ്സും മറ്റുമൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്, അവർ ഈ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പം അതൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻസിനെ ടാർഗറ്റ് ചെയ്ത് ഒത്തിരി റോബറി നടക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ ഈ സ്വർണം കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടും സ്വർണം ഇട്ട് വെളിയിൽ പോകുമ്പോൾ ഇവർ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഇവർ വീടുകളിൽ നമ്മൾ നോക്കി ട്രാക്ക് ചെയ്തിട്ട് നമ്മളില്ലാത്ത സമയത്ത് കയറുകയും ചില ഉള്ള സമയത്തും രാത്രിയും വരാറുണ്ട്. വന്നിട്ട് സ്വർണം കാര്യവും പൈസയും എല്ലാം എടുത്തുകൊണ്ട് പോകാറുണ്ട്, പിന്നെ ഉപദ്രവിക്കാറുമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഇൻസിഡൻസും നടക്കുന്നുണ്ട്. പോലീസ് ഇതിന് വലിയതായിട്ട് ഒന്നും ചെയ്യാറില്ല. അവർ പറയുന്നത് സ്വർണവും കാര്യങ്ങളും പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കണം, അത് കവർ ചെയ്യും. അല്ലാതെ അവർക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ചില കേസുകളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടാവും, പക്ഷേ മെജോറിറ്റി കണ്ടുപിടിക്കുന്നില്ല. ഒത്തിരി മലയാളികൾക്ക് ഇങ്ങനത്തെ ഇൻസിഡൻ്റ് ഉണ്ടായി. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ അവർ ഇവിടെ പിന്നെയും കണ്ടിന്യൂ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഇൻസിഡൻസൊക്കെ ഉണ്ടായി. ഇതിപ്പം ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്കും പുതിയതായിട്ട് ഇങ്ങോട്ട് വന്നവർക്കും വേണ്ടി ഇട്ട ഒരു വീഡിയോ ആണ്. അപ്പം ഇതൊരു അവയർനെസ് വീഡിയോ ആയിട്ട് കരുതിയാൽ മതി. പേടിക്കാനൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ടേക്ക് കെയർ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.